മക്കൾസ് പേടിക്കണ്ട, ഞാൻ നിങ്ങളെ ചീത്ത പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതല്ല. പക്ഷേ മിസ് ഒരു ഫാക്റ്റ് പറയാൻ വേണ്ടി വന്നതാണ്. മിസ് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മളുടെ മുന്നിലുള്ള അല്ലെങ്കിൽ എന്നെ കാണാൻ വരുന്ന എനിക്ക് മെസ്സേജ് അയക്കുന്ന ഒരുപാട് നിങ്ങളെപ്പോലെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ അറിഞ്ഞാലെങ്കിലും എൻ്റെ മക്കൾ 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് കുറച്ചും കൂടെ സീരിയസ്നെസ് ഉള്ള അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ചിന്തിക്കുന്ന, അവനവൻ്റെ വിജയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ സക്സസ്സിന് വേണ്ടി നമ്മളുടെ തന്നെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും വേണ്ടി അതിഭീകരമായിട്ട് പണിയെടുക്കുന്ന കുറച്ച് പിള്ളേരെയാണ് നമുക്കിനി വേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാത്രമേടാ നമ്മൾ ഈ പറയുന്ന നമ്മളുടെ ഉള്ളിൽ ഇപ്പോഴുള്ള കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങളില്ലേ, നിങ്ങളുടെ ഉള്ളിൽ പൂവിടുന്ന അല്ലെങ്കിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളില്ലേ, നിങ്ങൾക്ക് അത് വാങ്ങണം, ഇത് വാങ്ങണം, അവിടെ എത്തണം, അങ്ങനെ ആവണം, പേരൻസിന് അങ്ങനെ കൊടുക്കണം, പേരൻസിന് ഇങ്ങനെ കൊടുക്കണം എന്നൊക്കെ ഓരോരോ വിഷ്വൽസ് കാണും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിനാരിയോസ് വിഷ്വൽസോ പിന്നെ പോയിന്റ്സ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മളുടെ ഉള്ളിൽ തോന്നാറില്ലേ ഈ പറയുന്ന ആഗ്രഹങ്ങളൊക്കെ നമ്മളെ കൊണ്ട് സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിട്ടുണ്ടാവണം. നമ്മളുടെ മുന്നിൽ വരുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ക്ലാസ്സുകളിൽ മര്യാദയ്ക്ക് പഠിച്ച് നന്നായിട്ട് പഠിച്ച് നല്ല രീതിക്ക് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന സ്വപ്നങ്ങളൊക്കെ പുഷ്പം പോലെ നേടിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. നിങ്ങളോട് പലരും എന്ന് പറയും പഠിക്കേണ്ട ഒരു കാര്യവുമില്ല, നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളെ തന്നെ കുഴിയിലേക്ക് തള്ളിയിടുന്ന പല വാക്കുകളും നിങ്ങളോട് അസൂയുള്ളവരും വിവരമില്ലാത്ത വേറെ കുറെ ആൾക്കാരും നിങ്ങളോട് വന്ന് പറയുമെങ്കിലും എൻ്റെ പൊന്നുമക്കൾ അത് വിശ്വസിക്കരുത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് വേണ്ടതൊരു വിഷനാണ്. നിങ്ങൾക്കറിയോ, നിങ്ങളിൽ പലരും ഉണ്ടാവും ബ്രസീൽ ഫാൻസ് ഉണ്ടാവും. ഞാൻ ബ്രസീൽ ഫാനാണ്, അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞത്. എടാ ഞാനൊരു കട്ട ബ്രസീൽ ഫാനാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബ്രസീലുമായിട്ട് ജപ്പാനിന് ഒരു കളി ഉണ്ടായിരുന്നു. ആ ബ്രസീൽ ജപ്പാൻ കളി ഉണ്ട് എന്ന് കേട്ടപ്പോൾ മുതലേ നമ്മളൊക്കെ പേടിച്ചൊരു കാര്യമുണ്ട്. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രസീൽ ഫാൻസുകാർ കുറച്ച് പേടിയോടായിരുന്നു ഇരുന്നുണ്ടത്. കാരണം എന്ന് വെച്ചാൽ ജപ്പാൻ അത്രക്ക് ഭീകരമായ ഒരു ടീമായിരുന്നു. ജപ്പാൻ അത്രക്ക് എതിരാളികളായിരുന്നു, അത്രക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എതിരാളികളായിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഈ ജപ്പാൻ എന്നുള്ള പേര് പോലും കേൾക്കാത്ത നമ്മളെങ്ങനെ ഈ 2026 ലോകകപ്പിൽ ജപ്പാൻ ഇത്ര ഭീകരമായ എതിരാളികളാണെന്ന് മനസ്സിലാക്കിയത്? നിങ്ങൾക്കൊക്കെ അറിയോ, 1992 അവർ കുത്തിയിരിക്കുക. എന്നിട്ട് എന്തിന് ഒരു വിഷൻ ഉണ്ടാക്കുക, ഒരു പ്ലാൻ ഉണ്ടാക്കുക, 100 ഇയർ പ്ലാൻ, ഒരു 100 കൊല്ലത്തെ പ്ലാൻ. 100 കൊല്ലം കൊണ്ട് ജപ്പാന് ഫുട്ബോൾ കളിയിൽ അല്ലെങ്കിൽ ഫുട്ബോൾ മേമാങ്കത്തിൽ അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ഒരു എന്താ പറയുക ലോകത്തെ രാജാക്കന്മാരാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ വിഷൻ. അവർ പറഞ്ഞത് എന്താ അറിയോ, ഞങ്ങൾ ഈ വർഷത്തെ ലോകകപ്പ് ഒന്നും കാണുന്നില്ല, ഞങ്ങൾക്ക് 2050 ലോകകപ്പ് അത് ഞങ്ങൾക്കുള്ളതാണെന്ന്. ആ വിഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ, ആ ഒരു ദീർഘവീക്ഷണം ആലോചിച്ച് നോക്കുക നിങ്ങൾ, അവരുടെ കഴിവിലുള്ള വിശ്വാസം ആലോചിച്ച് നിങ്ങൾ, അവരുടെ പൊട്ടൻഷ്യലുള്ള ഒരു എന്താ പറയാ അവർ കൊടുത്തിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റ് ആലോചിച്ച് നോക്കുക നിങ്ങൾ. ഇതേപോലെ ഒരു വിഷനാണ് നമുക്കും വേണ്ടത് മക്കളെ. നമ്മൾ ചെല്ലാൻ പോകുന്ന അല്ലെങ്കിൽ എത്താൻ പോകുന്നത് നമ്മളുടെ തന്നെ അല്ലെങ്കിൽ നമുക്ക് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സിലേക്കാണ് 10ാം ക്ലാസ്സിൽ. ഇപ്പം നമ്മൾ 8ാം ക്ലാസ്സിൽ എത്തിയിട്ടുള്ളൂ. പക്ഷേ എന്ന് വെച്ച് നിങ്ങൾ ഉഴപ്പി നടക്കണം എന്നാണോ? അല്ല, ബോധം വരണം. 2 വർഷം കഴിഞ്ഞ് നമ്മൾ എത്താൻ പോകുന്നത് 10ാം ക്ലാസ്സിലാണ്. അതുകൊണ്ട് ഈ വർഷം അടുത്ത വർഷം ഇതേ പേസിൽ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ നമ്മൾ എങ്ങനെ പഠിക്കുമോ അതേ പേസിൽ പഠിച്ച് ഇപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞാലേ ഇത് നിങ്ങൾക്കൊരു ശീലമാവുള്ളൂ. ഇല്ലേ 10ലെത്തുമ്പോൾ നമ്മൾ എന്തെങ്കിലും മല എടുത്തിട്ട് നമ്മുടെ ചുമലിൽ ഇങ്ങനെ കയറ്റി നടക്കുന്ന പോലെ ഉണ്ടാവും. അതുകൊണ്ട് എൻ്റെ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോഴേ നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാവണം. ഇപ്പൊ തുടങ്ങിയാലേ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ആ പറയുന്ന ചാപ്റ്ററുകളും അല്ലെങ്കിൽ അവിടെ വരുന്ന ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് പുഷ്പം പോലെ എക്സാമിന് എഴുതി തീർന്നിട്ട് 10ാം ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന 10 A+ലേക്കൊക്കെ നമുക്ക് എത്താൻ പറ്റുള്ളൂ. ഈ വർഷത്തെ 10 A+ന്റെ കണക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ലെവൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഉഴപ്പി നടന്നാൽ ഉഴപ്പി നടക്കുകയുള്ളൂ, അതിലപ്പുറത്തേക്ക് നമുക്ക് ഒരു അത്ഭുതങ്ങളും സംഭവിക്കാനില്ല. ആരും നമുക്ക് വേണ്ടിയിട്ട് ഇവന് കുറച്ച് കളിച്ച് നടന്നതല്ലേ അല്ലെങ്കിൽ ഇവൻ കുറച്ചൊക്കെ പഠിച്ചല്ലേ കുറച്ച് മാർക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക, നടക്കൂല മക്കളെ. അതുകൊണ്ട് എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് മുതലേ നമ്മൾ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ സൂപ്പറാ. അങ്ങനെ നിങ്ങളെ സൂപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് എജുപോർട്ടിന്റെ ക്ലാസ് 8 സൂപ്പർ ബാച്ച്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓ ബാച്ച് വെക്കാൻ. അല്ല, നിന്റെ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളെ കൊണ്ട് ഇത് ഒറ്റയ്ക്ക് നടക്കൂല എന്നുള്ളൊരു കാര്യം. അതായത് നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്ക് ഡിസിപ്ലിൻ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റുന്നില്ല. നമ്മളെ കൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇതേപോലെ ബാച്ചുകൾ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ഈ സൂപ്പർ ബാച്ച് എന്ന് പേരിട്ട് എന്തിനാണെന്നറിയോ? ബാച്ച് സൂപ്പർ ആയതുകൊണ്ടാ. നിങ്ങളെ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ 4999 4999 ചുരുക്കി പറഞ്ഞ 5000 രൂപ 5000 രൂപയുടെ കോഴ്സ് നമ്മൾ തരുന്നത് വെറും 3799 3799 രൂപയ്ക്ക്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് അറിയോ? ₹1 നിങ്ങൾ ഞങ്ങൾക്ക് തരുവാണെങ്കിൽ 1.5 ഉറുപ്പിന്റെ സർവീസാണ് ഞങ്ങൾ അങ്ങോട്ട് തരുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക. എടാ കേരളത്തിലെ തന്നെ ദ ബെസ്റ്റ് ക്ലാസ്സസ്, ബെസ്റ്റ് ഫാക്കൾട്ടീസിന്റെ ബെസ്റ്റ് ക്ലാസ്സസ്. ഞാൻ കൂടുതൽ പറയണമെന്നില്ലല്ലോ, എജുപോർട്ട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലെല്ലാവരും നമ്മുടെ ഫാക്കൾട്ടീസാണ് വരിക. നമ്മളുടെ തന്നെ കിടിലം ക്ലാസ്സസ്
പോരാതെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ, നിങ്ങൾ പിന്നെ എക്സാം എഴുതുന്നുണ്ടോ, നിങ്ങൾ ലൈവ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള നിങ്ങളെ ഫോളോ അപ്പ് എടുത്ത് നിങ്ങളെ പിന്നാലെ നടക്കുന്ന നിങ്ങളുടെ സ്വന്തം പേഴ്സണൽ മെന്റേഴ്സ് ഉണ്ടാവും നിങ്ങളുടെ കൂടെ. ഈ ക്ലാസ്സുകൾ എടുക്കുന്ന ഫാക്കൾട്ടീസുമായിട്ട് നേരിട്ടുള്ള ലൈവ് ക്ലാസ്സസ്, നേരിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ്, ഇതിനൊക്കെ പുറമെ ഒരുപാട് ആയിരക്കണക്കിന് ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ആപ്പിൽ കിടക്കുന്നത്. പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ മരിക്കും. അമ്മാതിരി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ മാറിക്കോട്ടെ, പാറ്റേൺ മാറിക്കോട്ടെ, നമുക്ക് പുല്ലായിരിക്കും. കാരണം അതിലും വലിയ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. ഇതിനൊക്കെ പുറമെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. ഈ പറയുന്ന ബാച്ചിൽ, നമ്മളുടെ ക്ലാസ് 8 സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന ഓരോ കുട്ടിക്കും നമ്മൾ തരാൻ പോകുന്നത് മാത്സിന്റെ ഫൗണ്ടേഷൻ ഫ്രീ, അതുപോലെ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ ഫ്രീ. പല കുട്ടികളെയും വട്ടം കറക്കുന്ന അല്ലെങ്കിൽ ചുഴറ്റുന്ന ഒരൊറ്റ സബ്ജക്റ്റ് ആണ് മാത്സ്. കേൾക്കുമ്പോഴെല്ലാവർക്കും പേടിയാ. ഈ മാത്സിന്റെ ക്ലിയർ ഫൗണ്ടേഷൻ നിങ്ങൾ ഇതുവരെ പഠിച്ചതിൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പഠിക്കാൻ മാത്സിൽ നിങ്ങൾ എന്തൊക്കെ ആവണോ, മാത്സിൽ ഒരു പുലിയായി മാറാൻ എന്തൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതെല്ലാം തരുന്ന ഫൗണ്ടേഷൻ ക്ലാസ് കംപ്ലീറ്റ്ലി ഫ്രീ. ആരെങ്കിലും തരുമോ? ഇതിന് പുറമെ ഇംഗ്ലീഷ് 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഒട്ടുമിക്ക കുട്ടികൾക്കും A+ പോണ ഒരു വിഷയം ഇംഗ്ലീഷ്. അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ മിക്കവാറും മലയാളം മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് കയറിയ കുട്ടികൾക്കും ഇംഗ്ലീഷിൽ വലിയ പിടി ഉണ്ടാവില്ല. ഇനിയിപ്പോൾ 7ാം ക്ലാസ് വരെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചു കഴിഞ്ഞാലും 8ാം ക്ലാസ് എത്തുമ്പോൾ ടെക്സ്റ്റ് ബുക്കിന്റെ ലെവൽ മാറി, അവിടെ എഴുതുന്ന ആൻസേഴ്സിന്റെ ലെവൽ മാറി. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഇംഗ്ലീഷിന്റെ ഫൗണ്ടേഷൻ ഫ്രീ. ഇത്രയും പൈസക്ക് ഞങ്ങൾ ഇത്രയും സർവീസ് തരുന്നുണ്ടെങ്കിൽ ഇനിയുണ്ട് മിസ്സിന് പറയാൻ. ഇത് പറഞ്ഞാൽ തീരൂല, അത്രക്ക് സർവീസസ് ആണ്. സ്റ്റഡി മെറ്റീരിയൽസ്, PYQ, അതിലപ്പുറത്തെ ക്വസ്റ്റ്യൻ ലൈബ്രറി, ഇങ്ങനെ പറഞ്ഞ ഒരുപാട് സർവീസസ് ആണ് നിങ്ങളെ കാത്ത് നമ്മുടെ ആപ്പിൽ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ വരിക, ജോയിൻ ചെയ്യുക, ഫീൽ ദ മാജിക് എന്നേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ മനസ്സിലാക്കും, ഒരു വർഷം നമ്മൾ പറയുന്ന പോലെ 8ാം ക്ലാസ്സിൽ നിങ്ങൾ ബാച്ചിൽ ജോയിൻ ചെയ്ത് നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ സമയമെടുത്ത് എഫേർട്ട് എടുത്ത് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി നിങ്ങൾ പഠിച്ച് പണിയെടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കൂല. അത്രയ്ക്ക് ലെവലിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവുന്നത് ഞങ്ങൾ തരുന്ന ഉറപ്പാണ്. സോ കം ജോയിൻ അസ്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നടക്കാത്തത് കൊണ്ട് തന്നെ നിങ്ങളെ താങ്ങി നിർത്താൻ ഞങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ കൈവിടില്ല. ഞങ്ങൾ അതേപോലെയാണ് ഞങ്ങളെ മക്കളെ ഞങ്ങൾ നോക്കുകയുള്ളൂ. സോ നിങ്ങൾ വരിക, നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്യുക, സൂപ്പറായിട്ട് മാറുക.